Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കണമായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി ദൈവത്തിന്റെ സ്തോത്രം ചിന്തിക്കുന്നവരെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവിന്റെ തിരുസന്നിധാനത്തില് ഈ ഭൂമുഖത്ത് ആമേൻ കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തിന്റെ തിരസ്കരിക്കപ്പെട്ട തന്റെ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദയാലുവായ ദൈവം അവിടെ തന്നെ ഗ്രഹിച്ച കർത്താവിന്റെ മഹാകൃപയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയം നമുക്ക് കർത്താവിനെ തിരുസന്നിധിക്കാം. ദൈവങ്ങളെ സമൃദ്ധിയായി ആയിരായിരമായി കർത്താവിനെ നമുക്ക് ആദ്യം പരിപാലിക്കുകയും ചെയ്ത ദൈവം ഇവിടെയും നമ്മളോട് കൂടെ ഇരുന്നിട്ട് ഇവിടെയും കാലങ്ങൾ കഴിഞ്ഞ് ഏകദേശമൊക്കെ കോവിഡ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് പിന്നെ ഈ ആലയങ്ങൾ തുറക്കുവാനും ദൈവത്തിന്റെ മക്കൾക്ക് വന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം കർത്താവ് അനുഗ്രഹിച്ച് അതിന്റെ വഴിവാതിലുകളെ സർവശക്തനായ ദൈവം തുറന്ന് തന്നതിനായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് പകൽക്കാലം ആരാധനയ്ക്ക് കൂടിയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ അപേക്ഷകളുടെ ഗ്രഹങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഈ സോഷ്യൽ മീഡിയ ആയിരങ്ങളെ ഈ മീറ്റിംഗ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വിദേശത്തും സ്വദേശത്തും ഉള്ളവരെ എല്ലാവരും സർവശക്തനായ ദൈവം വ്യക്തികളും കുടുംബങ്ങളും ജീവിതങ്ങളായി നിലനിർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആത്മാർത്ഥമായി ഇവിടെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ഇന്ന് വചനത്തിൽ കൂടി കർത്താവ് നമ്മളോട് എന്തായാലും ചെയ്യുന്നു എന്ന് കാതോർത്തിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ കാതോർത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ബൈബിളിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, ദൈവത്തെ നോക്കിയിരിക്കുന്ന ദൈവജനത്തെ അവയെ ദൈവം ഉറ്റുനോക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കാതോർത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം അത്യന്തമായി പരിപാലിക്കുകയും സ്നേഹിക്കുകയും അവരെ മാറോട് ചേർക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തത് മൂന്നാമത്തെ വിഷയം, ദൈവത്തിന്റെ ബലം പ്രാപിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർ. ഭൂമിയുടെ ബലമല്ല, നശിച്ചു പോകുന്ന നമ്മുടെ കൺമുമ്പിൽ കാണുന്ന മറ്റൊന്നിന്റെയും ബലമല്ല നാം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്യണം. ദൈവത്തിൽ നിന്ന് ബലം പ്രാപിപ്പാൻ, സർവശക്തനായ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിപ്പാൻ, അവന്റെ അത്യന്തമാകുന്ന ബലത്താൽ, ആ ബലത്താൽ ഭൂമിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മതിലുകളെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ ബലത്താൽ മുമ്പിൽ നിൽക്കുന്ന എരിഹോ സകലതും തകർത്തുകൊണ്ട് ദൈവത്തിന്റെ ബലത്താൽ നമുക്ക് മുമ്പേ വരുന്ന തിരമാലകളെ തകർത്തുകൊണ്ട് മുമ്പിലോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു പൗലോസിനെ പോലെ, അവൻ കർത്താവിൻ പത്രോസിനെ പോലെ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദാവീദിനെ പോലെ, ഒരു ശിംശോനെ പോലെ അവൻ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് ഞാൻ സ്തോത്രം ചെയ്യാം. കോവിഡ് കാലമൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നു. 2020 തുടങ്ങിയ കോവിഡിനെ 2021 പകുതി മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഒരു ശമനം വരാതെ നമ്മളെ തകർക്കാൻ തക്കവണ്ണം തന്നെ വെച്ചപ്പോഴും ദൈവം നമ്മളെയൊക്കെ പരിപാലിച്ചു നിർത്തി. എന്നാൽ മറ്റനേക ചിന്തകളിലേക്ക് കടന്നു പോകുമ്പോൾ, അനേക ആശ്രയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, കോവിഡിനാൽ മാത്രമല്ല പല പ്രശ്നങ്ങളാൽ അനേക ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നാം ചിന്തിക്കേണ്ടത്, ദൈവം നമ്മെ ഭൂമിയിൽ എന്തിന് മാറ്റി നിർത്തിയിരിക്കുന്നു? ദൈവത്തിന്റെ സ്തോത്രം. ഈ ലോക ചിന്തയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നേടി ഈ ലോകത്തിൽ തന്നെ
പൊങ്ങിച്ച് പൊളച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല ദൈവം സംസാരിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഭക്തന്മാർ ശുശ്രൂഷിക്കുന്ന വചനം ശുശ്രൂഷിക്കുന്ന വചന ശുശ്രൂഷ ഏറ്റെടുത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും ഏതൊരു കുടുംബമുണ്ടെങ്കിലും സർവശക്തനായ ദൈവം അവനെ ഭൂമിയിൽ നിർത്തും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്, അവിടെയാണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം കാണുന്നതൊക്കെ, എന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതൊക്കെ നേടാമെന്ന് കരുതി ഓടുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാം. അവരൊന്നും പ്രാപിക്കുന്നില്ല യാദർശിയാൽ. അവരെ പ്രാപിച്ചിരുന്നാലും അവർക്കത് ശാശ്വതമാകുന്നില്ല. ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ സമ്പത്തിനെ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ടും ലേഖനങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ ഭൂമിയെ മുഴുവൻ അവകാശപ്പെടുത്തിയിട്ട് അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന്റെ ഫലം. അതുകൊണ്ട് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഏവരോടും ഈ പ്രസംഗിക്കുന്ന എന്നോട് ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വചനമെടുത്ത് പ്രസംഗിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവ് നിയോഗമുള്ളവർക്ക് ആ വാക്യം എടുത്ത് ഒന്ന് വായിക്കാം. വേദപുസ്തകത്തിൽ എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. മതി. കർത്താവ് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. വായിച്ചത് വേദവാക്യം മുഖവരിയിൽ ദൈവം നിങ്ങളോട് അരുളി ചെയ്തതിന്റെ തൊട്ട് പിന്നിൽ നിങ്ങൾക്ക് തരുന്ന മുഖാണ്. മുഖവരിയിൽ ദൈവദാസൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് പ്രബോധിപ്പിച്ചല്ലോ. അതിന് തൊട്ട് പുറകിൽ തന്ന വചനം, അതിന്റെ ദൂത് എന്താ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിച്ചു, ഒടുവിൽ കർത്താവിലും അവന്റെ അംഗീകാരത്തിലും. ആ കഥമൊന്ന് ശ്രദ്ധിക്കണം. വെറുതെ ഒരു ബലമല്ല. അതാണ് മുഖവരയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. വെറുമൊരു ബലം പ്രാപിക്കാനല്ല, ഒടുവിൽ കർത്താവിലും അവന്റെ ആത്മീക ബലത്തിൽ. സ്തോത്രം. അപ്പോ ഇന്ന് നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ബലം കൊണ്ട് നമുക്ക് മുമ്പിലോട്ട് പോകുവാൻ കഴിയത്തില്ലെന്നാണ് വചനത്തിൽ കൂടി ദൈവാത്മാവ് ഇടപെടുന്നത്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന അവന്റെ ആത്മീക ബലത്തിലും ഇന്ന് നാം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇനി വരും കാലങ്ങളിൽ ഭൂമിയിൽ ഒരു ഭക്തന് ജീവിച്ചു പോകുവാൻ കഴിയത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായ ദൂത് അത് കൂടി വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് അവന്റെ അമിത ബലത്തിൽ അവന്റെ അമിത ബലത്തിലും അവൻ നാം എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ യാത്ര തുടരുക. സ്തോത്രം. ശിംശോനെ പഴയ നിയമത്തിലേക്ക് വരുമ്പോ അവന്റെ ബലം ക്ഷയിച്ചു പോയി. അവൻ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ചവനായിരുന്നു. എവിടെ വെച്ചാണ് അവന് ബലത്തിന്റെ അഭിഷേകം ലഭിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനെ പ്രസവിക്കുന്നതിന് മുൻപ് അവന്റെ അമ്മ കന്യകയായിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തോട്
ആ പ്രിയ സഹോദരി ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവത്തോടെടുത്ത ഉടമ്പടി. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് നാം ദൈവമായ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നല്ലോ. ഇറങ്ങി തിരിച്ച കാലഘട്ടങ്ങളിൽ ദൈവവും നമ്മളുമായ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിക്കകത്തിന്റെ അകത്തളങ്ങളിലാണോ ഇന്നെന്റെ ആത്മീയ ജീവിതമെന്ന് പരിശോധിക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശിംശോന്റെ മാതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് അതിൻ പ്രകാരം ദൈവം തന്റെ ഉദരത്തിൽ അനിർധാനമായി സന്താനത്തിന് കൊടുത്തു. തലമുറയെ ദൈവം കൊടുത്തു. അതെ, അവൻ ജനിക്കുന്നതിന് മുൻപ് ശിംശോൻ എന്ന വ്യക്തി പ്രപഞ്ചത്തിലേക്ക് അവൻ വെളിപ്പെടുന്നതിന് മുൻപ് സർവശക്തനായ ദൈവത്തിന്റെ പുസ്തകത്തിൽ അവനെ സംബന്ധിച്ച സകലതും എഴുതിയിരുന്നത് പ്രകാരം തന്നെ അവനെ അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണിടയായി. ആ ദൈവത്തിന്റെ ബലത്താൽ അവൻ ജീവിച്ചു. ആ കാലഘട്ടങ്ങളിൽ അവന്റെ ബലത്താൽ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ബലത്താൽ എന്ന് പറഞ്ഞ കാലം വചനത്തിൽ കൂടി ദൈവം ഇടപെടുന്നത് നാം ബലം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ബലം ക്ഷയിച്ചു പോയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, അസ്ഥികൾക്ക് ബലമില്ലാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, ഹൃദയത്തെ മുറിവേറ്റ് തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, മനസ്സിനെ ആഴത്തിലുള്ള പവനം ചെയ്തും പ്രവർത്തിച്ചും മനസ്സിനെ മുരടിപ്പിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്, നീ ബലം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ശിംശോൻ അവന്റെ ബലം അവനാൽ തന്നെ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ആ ബലത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞു. അത് ഹല്ലേലൂയ. കോടാനകോടി വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ബലം ശിംശോന് ലഭിക്കാനിടയായത്? ഭൂമിയിൽ നിന്ന് ഉടലെടുത്തവന് ബലമല്ല ശിംശോൻ പ്രാപിച്ചത്. കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചവന് ബലമല്ല ശിംശോൻ പ്രാപിച്ചിരുന്നത്. പിന്നെ പ്രസംഗിക്കുന്ന പ്രഭുണ്ടായിയെ പ്രാപിച്ച ബലവും എന്റെ കുടുംബത്തിന്റെ മഹിമയോ ഈ ഭൂമിയിൽ നിന്നും ലഭിച്ചവന് ബലമല്ല. പിന്നെ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം സ്വർഗത്തിൽ മറഞ്ഞിരുന്ന വിഷയമാണ് നമ്മളിലേക്ക് വന്ന ദൈവത്തിന്റെ ആത്മപരിവർത്തനം. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് ബലം. ആറാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ അരുളി ചെയ്യാണ്. പൗലോസ് തന്നെ വ്യക്തമായും വിളിച്ചു പറയുന്നു. അവസാനമായി ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും എന്താ ചെയ്യേണ്ടത്? 2 കാര്യം വ്യക്തമായും ബൈബിൾ അവൻ വചനം വിശദീകരിച്ചു പറയുന്നു. ഒടുവിൽ സർവശക്തനായ ദൈവമാകുന്ന കർത്താവിലും അവന്റെ അമിതബലത്തിലും. ശ്രദ്ധിക്കണം, യേശുവിന്റെ ബലം പ്രാപിച്ച ഒരു വ്യക്തിക്ക് പ്രതികാരമില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനോടുമില്ല. അവന്റെ ഹൃദയത്തിൽ നിന്ന് അത് പറഞ്ഞു പോകും. എന്തേ? മുൻകാലങ്ങളിൽ നിന്റെ ആരോഗ്യത്താൽ, അതെ, നിന്റെ സമ്പത്തിനാൽ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടങ്ങൾ ഓർക്കുമ്പോൾ ഒരു മെഡിക്കൽ സയൻസിനും നിന്റെ ബലത്തെ പിടിച്ചു നിർത്താൻ, നിന്റെ ആരോഗ്യത്തെ പിടിച്ചു നിർത്തുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കണം. നിന്നെ തേടി വന്ന ദൈവം നിന്റെ അസ്ഥികൾ ക്ഷയിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് അവരുടെ ഉദരത്തിലെ ബന്ധനം നിനക്ക് നീ പ്രാപിച്ചിരിക്കുന്നത് ദൈവം അറിഞ്ഞിട്ട് അതെ, നിന്റെ നാട്ടിനകത്ത് കംപ്ലൈന്റ് ഉണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ട് നിന്റെ തലച്ചോറിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നു എന്ന് ദൈവം അറിഞ്ഞിട്ട് അവൻ ഒരു കുടുംബത്തോടമല്ല നിന്റെ അരികിലേക്ക് കടന്നു വന്നത്. ഭൂമിയെ ഉണ്ടാക്കിയവൻ
പ്രിയ പൈതലേ, അതാണ് നമ്മുടെ ആവശ്യം. അത് പ്രാപിച്ചാൽ ഭൂമിയിൽ ഒരു മനുഷ്യനും ആ ബലത്തെ കെടുത്തിക്കളയുവാൻ കഴിയത്തില്ലെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ബലം, ആ ബലത്താൽ നമുക്ക് ഭൂമിയിൽ ഏത് പ്രതികൂലത്തെയും ധാരണം ചെയ്തു പോകുവാൻ ആ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇടപെടുന്നു. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എന്റെ ശുശ്രൂഷയുടെ ഭാഗം മങ്ങിപ്പോയി, എന്റെ ദർശനത്തിന്റെ ഭാഗം മങ്ങിപ്പോയി, പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് ലഭിക്കുന്നില്ല, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പ്രാർത്ഥന വെളിപ്പെടുന്നില്ല. യേശുവിനെ രക്തം ചെയ്യണം. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ ശുശ്രൂഷയെ കണ്ണിച്ച് കളഞ്ഞ പിശാചിന്റെ ബന്ധനത്തെ തകർക്കുന്ന ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന നിയന്ത്രിതായ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചറിയിക്കുകയാണ്. അമേത്രോത്രം കുറവുകളുടെ കാലഘട്ടം കഴിഞ്ഞു പോയി, തടകൊടുന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയമായി. ആമേൻ. ദൈവം ഉയർത്തിക്കും. 2020 മുൻപ് നീ പ്രവർത്തിച്ചതുപോലെ അല്ല, 2021 പ്രവർത്തിക്കുന്നത് പോലെ അല്ല, 2022 നീ പ്രവേശിക്കുമ്പോൾ എന്റെ ദൈവം അമിത ബലം, അമിത ശക്തി, അമിത കൃപ, അവൻ അമിതമായിട്ടുള്ള ദൈവ തേജസ്കരണം പ്രിയ പൈതലേ നമുക്ക് ദൈവം തരാൻ ശക്തനായ ദൈവമന്ത്രേ ഇന്ന് മകൾക്കാലത്ത് ഓർമ്മിച്ച് പറയുന്നു. ശൗര്യത്തോടുകൂടി നിൽക്കാൻ, അവൻ തകർന്നു പോകുന്ന ആത്മാവിനെ അതേ ഹല്ലേലൂയ. നാം കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ ശക്തി, നാം കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. ഹല്ലേലൂയ. ശിംശോൻ ബലം പ്രാപിച്ചവൻ തകർന്നു പോയി. ആമേൻ. ഒരു സ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങിയവൻ ദൈവത്തിന്റെ ബലത്തെ ഓർത്തില്ല. അവന്റെ ശരീരത്തിലുണ്ട് അവനെ ചെയ്തിരിക്കുന്ന അഭിഷേകത്തിന്റെ അളവ് ശിംശോൻ വെടിഞ്ഞിറങ്ങുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സുഖലോലുപമാണ് ഭൂമിയിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ആ സുഖലോലുപത്തിലേക്ക് മയങ്ങിപ്പോയവൻ ഒന്ന് പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയില്ല. എന്റെ ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവനോട് ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ ബലം. ദൈവം ഒരു മനുഷ്യനിൽ തരുന്ന ബലം, ശക്തി നഷ്ടപ്പെട്ടു പോയൊരു ശിശു. എന്തേ സംഭവിച്ചത്? ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തി പിന്നെ പശ്ചാത്തപിക്കേണ്ട സാഹചര്യം അവന്റെ മുമ്പിൽ വന്നു. അവൻ കരയേണ്ട സാഹചര്യം വന്നു. അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം വന്നു. അവിടെ ദൈവം അതിന് മറുപടി കൊടുത്തില്ല. പിന്നെ ഫെലിസ്ത്യരുടെ കരങ്ങളിലേക്ക് പിടിക്കപ്പെട്ട ശിംശോൻ ഫെലിസ്ത്യർ കൊണ്ടുപോയി 2 കണ്ണുകളെ കുത്തി തുളച്ച് പൊട്ടിച്ചു കളഞ്ഞ വചനമായിരുന്നു. ഇപ്പൊ കണ്ണില്ലാതെ തപ്പി നടന്നു. ബലവും ക്ഷയിച്ചു പോയി, ബലവും ക്ഷയിച്ചു പോയി, കണ്ണും പോയി, നഷ്ടപ്പെട്ടു പോയി. ശിംശോനൊന്ന് നോക്കി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒന്ന് കണ്ണുപിടന്ന് കണ്ടു നോക്കിക്കേ. കണ്ണില്ലാത്ത ഒരു ശിംശോൻ, കൃപയില്ലാത്ത ഒരു ശിംശോൻ, ദൈവത്തിന്റെ ബലം നഷ്ടപ്പെട്ടു പോയൊരു ശിംശോൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫെലിസ്ത്യർ സൈന്യം മുഴുവൻ ഫെലിസ്ത്യരുടെ ദേശത്ത് കൊണ്ടുവന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കൊണ്ട് നിർത്തി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഉപദ്രവങ്ങളെ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത, അവന്റെ പശ്ചാത്താപത്തിന്റെ നിലവിളി, അവന്റെ പശ്ചാത്താപത്തിന്റെ നിലവിളി, അതെ ആ ദുഃഖത്തിന്റെ നെടുവീർപ്പ്, അതെ ആ ദുഃഖത്തിന്റെ നെടുവീർപ്പ് സൈന്യത്തിന്റെ നടുക്കിൽ നിന്നുകൊണ്ട്, ക്ഷേത്രത്തിന്റെ നടുക്കിൽ നിന്നുകൊണ്ട് അവൻ
അവന്റെ ഹൃദയങ്ങളിലേക്ക് അത് പൊങ്ങി. ഒരു വിളി ദൈവത്തോട് വിളിച്ചു, ദൈവമേ, എന്റെ കടും ചുവപ്പോടെ എന്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചുകൊണ്ട് മുന്നമേ എന്നിൽ തന്നിരുന്ന ആ ബലം ഒരു പ്രാവശ്യം കൂടി എന്നിൽ നിന്ന് തരണമേ. അതെ, ഒരു പ്രാവശ്യം കൂടി ആ ബലം എന്നിൽ തരണമേ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയി. എന്നിലാ സംഭവിച്ചത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ശിശു അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ചിന്തയുടെ മണ്ഡലത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തകൾ വന്ന് പൈശാചിക ശക്തികൾ, ചില ഭക്തി ജീവിതങ്ങൾ, ചില കുടുംബ ജീവിതങ്ങൾ, ചില കൂട്ടുകാർ ദൈവത്തെ സ്തോത്രം പ്രലോഭത്തിൽ വീണു. ദലീലയുടെ പ്രലോഭത്തിൽ വീണു പോയ ശിംശോനെ പോലെ നാമും സ്തോത്രം പ്രലോഭത്തിൽ വീണുപോയി. അവിടെയാണ് തകർച്ച സംഭവിച്ചത്. ദൈവത്തെ സ്വന്തം മകൾക്കാരൻ ലേഖനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ രണ്ട് കാര്യം അവൻ അവിടെ എടുത്ത് പറയുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ശിംശോൻ പ്രാർത്ഥിച്ചു കൊടുത്തു. ദൈവം മനസ്സലിവുള്ളവനാണ്, കരുണമുള്ളവനാണ്, കരുണ സമ്പന്നനാണ് ദൈവം. അവരോടൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച, അവരോടൊന്ന് മടങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച, അവന്റെ മുമ്പാകൊന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച, എന്നേത് ഭൂമി നഷ്ടപ്പെട്ടു പോയി അത് മടക്കിത്തരാൻ കഴിവുള്ളവരും മടക്കിത്തരാൻ ശക്തിയുള്ളവരും ദൈവമത്രേ എന്ന് പകൽക്കാലം നിങ്ങളോട് വിളിക്കാം. ഹൃദയത്തോട് തകർത്തുപോയി, മനസ്സിന് ഉറക്കിപ്പോയി ദൈവസന്നിധിയിൽ വിളിക്കാം. മടക്കിത്തരാൻ ശക്തമായ ദൈവം. ആമേൻ. നിന്റെ ശക്തിയോട് പുതുക്കുന്ന ദൈവം, കഴിവിനെ പോലെ ശക്തി പുതുക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ പ്രായമല്ല ദൈവം ചോദിച്ചത്, എന്റെ ക്വാളിഫിക്കേഷൻ അല്ല ദൈവം ചോദിച്ചത്, കുടുംബ മഹിമയല്ല ദൈവം ചോദിച്ചത്, എന്റെ സമ്പത്തല്ല. പിന്നെ ദൈവം മുന്നമേ നിന്നിൽ ദൈവം ആഗ്രഹിച്ചതെന്നല്ലേ ദൈവം ചോദിക്കും. അവിടേക്ക് മടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം അവിടേക്ക് മടങ്ങി അവൻ മാത്രമല്ലേ തണുത്ത് മുരടിച്ച് ഇരിക്കേണ്ട സാഹചര്യമല്ലേ നാം ഉണർന്നിരിക്കേണ്ട സമയം. അതേ ഹല്ലേലൂയ. എഫെസ്യർക്ക് ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്ന വചനമായി ദൈവത്തിന് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുത്തി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ. അടുത്ത പോയിന്റ് പിശാചിന്റെ തന്ത്രങ്ങളോട്, പിശാചിനോടല്ല, കുറച്ചുകൂടി അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാം. ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യും. ഹല്ലേലൂയ. അറിയുന്നു അവന്റെ തന്ത്രം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണം. അതിനെന്താ ചെയ്യണ്ടേ? സർവായുധവർഗം ധരിക്കണം. എന്താണ് സർവായുധവർഗം ധരിക്കുന്നത്? പിശാചിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ നീ സർവായുധവർഗം ധരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ സ്തോത്രം ചെയ്ത പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തില് 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, പത്മോസിൽ കിടന്ന യോഹന്നാൻ യേശുവിനെ കണ്ട കാഴ്ച വിവരിച്ച് വിശദകലപരമായി ദൈവം പറയുന്നുണ്ട്. യോഹന്നാൻ പറയുന്നു, വെളുത്ത ഹിമം പോലെയുള്ള തലമുടിയും ഏറെ രാജമുടികളും ചൂടിയിരിക്കുന്നതും അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളതും അവന്റെ ആ വായിൽ നിന്ന്
എങ്കിൽ സർവായുധ വർഗത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നാം വിശ്വാസം എന്ന വരിക കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ബലം ധരിക്കുന്നത് ആരെങ്കിൽ കെട്ടി ഇനി വിശുദ്ധിയിലും വേർപാടിലേക്കും കടന്നുപോയി സുവിശേഷത്തിന്റെ ഒരുക്കം അത് ചെരിപ്പായി ധരിച്ച് ആമേൻ കർത്താവ് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ നീ നിൽക്കുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ ആ സർവായുധ വർഗത്തിൽ നീ ധരിച്ചു നിൽക്കുമ്പോൾ ഒരു സാത്താന്യ ശക്തികൾക്കും നിന്നെ തോൽപ്പിക്കുവാനോ നിന്റെ വസ്തുവിലോ വകയിലോ തലമുറകളിലോ ശുശ്രൂഷയിലോ മറ്റു യാതൊന്നിലും തോന്നുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും അടുത്തത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല മനുഷ്യനോടല്ല പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗോപത്തിലെ ദുഷ്ടാത്മ സേനയോട് മാത്രമേ നമുക്ക് പോരാട്ടമുള്ളതെന്ന് മനുഷ്യ നിന്റെ അയൽവാസിയോടല്ല അപ്പനോടല്ല നിന്റെ വൈരാഗ്യം അമ്മയോടല്ല കർത്താവ് സ്തോത്രം കൂട്ടുവിശ്വാസിയോടുമല്ല പാസ്വേഡുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ്ഗലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് മാത്രമേ നിനക്ക് പോരാട്ടമുള്ളത്. അവിടെ പോരാടുന്നേ ആരോടാ? പിശാചിനോട് പോരാടുന്നേ. പിശാചിനോട് പോരാടണമെങ്കിൽ ആയുധം വേണം. അതെ ആയുധം ധരിക്കണം. അത് ദൈവം നമ്മളെ ശാരീരികമായിട്ടുള്ള സകല അശുദ്ധിയെയും നീക്കി കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മന്ത്രവാദത്തിനും ഒരു ശുദ്രത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം നിന്നിലുള്ള അഭിഷേകം സ്തോത്രം നീ യുദ്ധം ചെയ്യുന്നതാണ്. അത് പിശാചിനോട് ദൈവത്തെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ ആ പിശാചിനോട് യുദ്ധം ചെയ്യുമെങ്കിൽ നിന്റെ ശാരീരികമായിട്ട് ഏത് ഭാഗത്താണ് പിശാചി രോഗത്തിനെ കെട്ടിരിക്കുന്നെങ്കിലും ആമേൻ ഹല്ലേലൂയ അത് തകർക്കപ്പെടും. അത് തകർത്തുകളയുക, സൗഖ്യപ്പെടുത്തുക, സുഖം പ്രാപിച്ചുകൊണ്ട് ആമേൻ കർത്താവിന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടു നിൽക്കുവാൻ എന്റെ കർത്താവ് ബലപ്പെടുത്താൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ ശിംശോനെ പോലെ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയി, ഞാൻ വീണുപോയി. ദൈവമേ ഒറ്റ പ്രാവശ്യം കൂടിയാണ് ചോദിച്ചത് ശിംശോൻ. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദും വീണുപോയി. എങ്കിലും ദാവീദും ദൈവത്തോട് അടുത്ത് ചെന്ന് ഏറ്റു പറഞ്ഞു. അവൻ വിടുതല പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ തന്റെ 10ാമത്തെ പുത്രനായ ശലോമോൻ അതുപോലെ കർത്താവിനോട് കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദയും വീണുപോയി. അവൻ ഏറ്റു പറഞ്ഞില്ല. കെട്ടിയാണ് ചത്തുകളഞ്ഞു. കുടെല്ലാം തുറിച്ചുപോയി.
ദൈവത്വം ശക്തമായിട്ട് ഇടപെടുകയാണ്. ആത്മഹത്യ പരിഹാരമല്ലെന്ന് പത്രോസ് കണ്ടു. പക്ഷെ ആത്മഹത്യ പരിഹാരമെന്ന് പിശാച് യൂദയോട് കൊണ്ടുവച്ചു കൊടുത്തു. പക്ഷേ പത്രോസിന് തിരിഞ്ഞു കിട്ടി, ആത്മഹത്യയല്ല ഇതിന്റെ പരിഹാരം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇതിന് പരിഹാരമുണ്ടെന്ന് അവൻ കണ്ടെത്തി. ദൈവത്തിന്റെ മുൻപാകെ അവൻ മടങ്ങാനും മടങ്ങി ഏറ്റുപറഞ്ഞിട്ട് പാപത്തെ ക്ഷമിക്കണമേ. ദൈവം അത്ഭുതകരമാണ്. പത്രോസിനോട് ദൈവം പറഞ്ഞതുപോലൊക്കെ ചെയ്തു. മരിച്ച ജഡത്തെ തൊട്ട് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം അമിതവന പത്രോസിന്റെ നേതൃത്വം. അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അമിതവന ദൈവം പത്രോസിന്റെ മേൽ അഭിഷേകം ചെയ്തു. വീണുപോയവനാണ്. സ്തോത്രം. പകൽക്കാലം ദൈവാത്മാവ് സംസാരിക്കുന്നതേ എന്നോട് കൂടെയാണ്. ആ ദൂത് എനിക്കുള്ള ഞാൻ ഏറ്റെടുക്കും. വീണുപോയവന് പത്രോസ്, വീണുപോയവന് ശിംശോൻ, വീണുപോയവന് ദാവീദ്. സ്തോത്രം. വീണുപോയവൻ മറ്റൊരുവൻ യൂദ, വീണുപോയവൻ മറ്റൊരുവൻ ശലോമോൻ. വീണുപോയവർ തിരികെ പ്രാപിച്ച് കരകയറി വന്നവരുടെ ബൈബിളിൽ, പ്രാപിക്കാതെ അന്ത്യശ്വാസം വലിച്ച എന്നേക്കുമായി ദൈവസന്നിധിയിൽ മാറ്റപ്പെട്ടുപോയ വ്യക്തി ജീവിതങ്ങളെയും ദൈവം പഠിപ്പിക്കും. ദൈവത്തിന് നന്ദി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമ്മെ ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു. അവന്റെ അറിയാത്തവരല്ലോ എന്ന് ദൈവം നമ്മെ മുന്നമേ പഠിപ്പിച്ചു. എന്നോട് ഞാൻ ആവർത്തിച്ച് പറയുന്ന ആ വാക്യം, അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് മുന്നമേ ദൈവം നമ്മെ അറിയിച്ചു. അറിഞ്ഞതാ അവന്റെ തന്ത്രങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കുക അവന്റെ തന്ത്രങ്ങൾ എന്ത്. സ്തോത്രം. ഏതെല്ലാം രീതിയിലാണ് അവൻ ഊടാടി സഞ്ചരിച്ച് സഭക്കുള്ളിലും വ്യക്തി ജീവിതങ്ങളുടെ മേലും, വ്യക്തി ജീവിതങ്ങളുടെ കുടുംബത്തിന്റെ മേലും, വ്യക്തിയുടെ ശാരീരിക ഘടനകളിലും അവൻ രോഗബന്ധനത്തെയും പല പല പ്രശ്നങ്ങളിട്ട് അവന്റെ തന്ത്രങ്ങളേതെന്ന് മനസ്സിലാക്കാൻ മുന്നമേ ദൈവം നമ്മെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണുപോയ വ്യക്തി ജീവിതങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. കൊറോണ കാലമായതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരോ സംസാരിക്കുന്നത് പോലെ ആരാധനയ്ക്ക് പോകും, നീ ആരാധനയ്ക്ക് പോകും എന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരോ ഇളക്കം തരുന്നത് പോലെ പറയണമെങ്കിൽ ആത്മാവിനുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നിനക്ക് തോന്നത്തില്ല ആരാധനയ്ക്ക് പോകും. കൊറോണ എന്നും നമുക്ക് വിഷയം. എന്റെ വിഷയം പറഞ്ഞേ കർത്താവിന് സ്തോത്രം ചെയ്യണം. 3 കൊറോണ ശവടക്കിന് പോയി കഴിഞ്ഞു. 4 കൊറോണക്കാരെ തൊട്ട് പ്രാർത്ഥിച്ചു. എന്തേ നിഗളമല്ല, പിശാച് കേൾക്കാതിരിക്കട്ടെ. എന്തേ? അതാ ദൈവത്തിന്റെ കരുതൽ, അതാ ദൈവത്തിന്റെ കരുതൽ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ശക്തിയെ നമ്മളിൽ നിന്ന് കെടുത്തിക്കളയുവാൻ ഒരു സാത്താന്യ ശക്തികൾക്കും കഴിയത്തില്ല. കഴിയണമെങ്കിൽ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. നാം നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മളെ നശിപ്പിച്ചു. നമ്മളെ മാത്രമല്ല, കുടുംബം മുഴുവൻ നശിപ്പിച്ചു കളയും. തീർന്നില്ല, ദേശം മുഴുവൻ തീർന്നില്ല, രാജ്യം മുഴുവൻ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് കണ്ടില്ലേ, ലോകം മുഴുവൻ അമ്മ ചെറിയൊരു വൈറസായിട്ടേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സാത്താന്യ ശക്തി അയച്ചു ചോദിക്കും, ഇത് ചൈനയും നാലിന്ന് വന്നതല്ലേ മാസമേ, പിന്നെ എങ്ങനെ സാത്താൻ അയച്ചിട്ട്? അതാ പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരെ
ഹല്ലേലൂയ. മനുഷ്യന്റെ ചിന്തയിൽ അത് കണ്ടുപിടിക്കാൻ ദൈവമരുളപ്പാട് കൊടുത്തതല്ല. മനുഷ്യനെ നശിപ്പിക്കാൻ, ഭൂമിയിലെ സകലത്തിനെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം പിശാച ചിന്ത കൊടുത്തേ മനുഷ്യൻ. അതാണ് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ ആമിതബലത്തിലും ആ ബലം പ്രാപിക്കുന്നവരായി മാറും. 2022 കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രസംഗങ്ങൾ പോരാ, ഈ ശുശ്രൂഷകൾ പോരാ, ഈ പ്രാർത്ഥനകൾ പോരാ, പിന്നെ ഈ വെളിപാട് പോരാ, ഈ ദർശനം പോരാ. അതെ, ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള ഈ ശുശ്രൂഷയുടെ ശക്തി എനിക്ക് പോരാ. പിന്നെ കർത്താവിന്റെ ആമിത ബലത്തിൽ എനിക്ക് നിൽക്കണം ദൈവസന്നിധി. ആ ദൈവസന്നിധി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഫറവോന്റെ രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരയ്ക്ക് സാമ്യമായ ബലം നാം പ്രാപിച്ചിരിക്കണം. ആ ബലം നമ്മൾ പ്രാപിക്കണം. ദൈവസന്നിധി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കലിൽ സംഭവിക്കട്ടെ. വേറെ ഒരു പാട്ട് ദൈവത്തിന്റെ ആരാധന ഗീതങ്ങൾ നാം പാടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കലിൽ സംഭവിക്കട്ടെ. 2020 2021 തീരുന്നു. അത് പോലെനിക്ക് എനിക്ക് അമിത ബലം വേണം. വാക്യത്തിൽ കിടക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണെങ്കിൽ ആ വാഗ്ദത്ത വചനം അതെന്നിൽ പ്രവർത്തിക്കട്ടെ. ദൈവം ഏൽപ്പിച്ചു കൊടുക്കാമോ? അതെന്നിൽ പ്രവർത്തിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? എങ്കിൽ ആ വാഗ്ദത്തമായിരിക്കുന്ന വചനം കർത്താവിന്റെ അമിത ബലത്തിൽ നിന്നെ ദൈവം നിന്റെ ശുശ്രൂഷ മേഖലകളെ, നിന്റെ സമ്പത്തിന്റെ മേഖലകളെ, അതേ സാമ്പത്തികത്തിന്റെ മേഖലകളെ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളെ, നിന്റെ ജോലിയുടെ മേഖലകളെ, നിന്റെ ഉദ്യോഗത്തിന്റെ മേഖലകളെ, അതുപോലെ ഭരണ അധികാരികളുടെ ഭരണത്തിന്റെ മേഖലകളെ ദൈവം തന്നെ ശക്തിപ്പെടുത്തി, ദൈവം തന്നെ അച്ചുതണ്ടിനെ തിരിച്ച് നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായി ദൈവം അവൻ തന്നെ നിയന്ത്രിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത പിതാവിനെ മഹത്വപ്പെടുത്തും. എന്റെ കർത്താവ് സ്തോത്രം ചെയ്യും. ആമേൻ. വീണ്ടും പോയത് ഒന്നുകൂടി തടപടുന്നതിന് നിൽക്കാൻ ആഗ്രഹിച്ചത് ആമേൻ. ഹല്ലേലൂയ. ഒരു പൗലോസ്. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. അവനും അർദ്ധരാത്രിയിൽ കപ്പൽ യാത്രയിൽ സൂര്യന്റെ പ്രകാശം ലഭിക്കാതെ അർദ്ധരാത്രി സമുദ്രമിന്റെ തകർത്തുകളെ ഇതിലുള്ള കപ്പലിനകത്തുള്ള ചരക്കുകളും കപ്പലിൽ യാത്ര ചെയ്യുന്നവരും കപ്പലിൽ എന്നെ ബന്ധിച്ചുകൊണ്ട് പോകുന്നവരും സകലം സമുദ്രത്തിൽ നശിച്ചു പോകുമെന്ന് അവന് തോന്നിയപ്പോൾ ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന് ശബ്ദം കേൾക്കും. നീ ബലപ്പെട്ട് നിന്നേ. നിനക്ക് മാത്രം ഈ കപ്പലിനുണ്ട് ഒരു മനുഷ്യൻ ഒരു മുടി കളഞ്ഞു പോലും കേടുവരാൻ ഞാൻ അനുവദിക്കുന്നില്ല. ശബ്ദം, സ്തോത്രം. ആ ബലത്തിൽ, ആ ദൈവ ശബ്ദത്തിന്റെ ബലത്തിൽ പൗലോസ് ബാക്കി കപ്പലിനുള്ളവർ പറഞ്ഞു, നിങ്ങൾ പട്ടിണി കിടക്കണ്ട, എഴുന്നേറ്റ് ഭക്ഷിച്ച് പാനം ചെയ്തുകൊണ്ടുപോയി. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, ഒരു വ്യക്തിയുടെ തലമുടി നാടിന് പോലും എന്റെ ദൈവം കേൾവരുത്താതെ തന്നെ നമ്മളെ കരയാടിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മുന്നേറി, അങ്ങനെ ഉയർച്ചയിലേക്ക് പോകും. ഏതൊരു മേഖലയിലാക്കിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന വ്യക്തിയെ, ഏതൊരു മേഖലയിലേക്കാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു? ആ മേഖലയിൽ
ദൈവം നിലനിർത്തി അനുഗ്രഹിക്കണമെങ്കിൽ, കുടുംബക്കാരുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ അഭിമാനമായി തല ഉയർത്തി നിൽക്കണമെങ്കിൽ, സ്തോത്രം, അമിതബലം നീ പ്രാപിക്കേണ്ട ആവശ്യമാണ്. അമിതബലം ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ്. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന സമയത്തിന്റെ പ്രാർത്ഥന മുറിക്കരുത്. സകല ചിന്താകുലങ്ങളെയും വിട്ട് ആ ദൈവത്തോട് പറ്റിച്ചേർന്നു. അവൻ എന്നോട് എന്താണെങ്കിലും ചെയ്യും. അവൻ എന്നോട് എന്താണെങ്കിലും ചെയ്യും. അതേ നമ്മുടെ കാതുകളെ സമർപ്പിച്ചു. അപ്പൊ പ്രവാചകന്മാർ അവൻ എന്നോട് എന്താണെങ്കിലും ചെയ്യും. അപ്പൊ പ്രവചന രണ്ടാമത്തെ അധ്യായത്തിൽ അവൻ എന്നോട് എന്താണെങ്കിലും ചെയ്യും. ശ്രദ്ധിച്ചിരിക്കുന്നു പ്രവാചകൻ. കാതോർത്തിരിക്കുന്നു. അവൻ എന്നോട് എന്താണെങ്കിലും ചെയ്യും. പ്രവർത്തനങ്ങളിൽ അവൻ കാത്തുകൊണ്ടിരിക്കുന്നു. എന്നോട് എന്താണെങ്കിലും ചെയ്യും. എന്റെ പ്രാർത്ഥനയുടെ എന്റെ ദൈവനോട് എന്താണെങ്കിലും ചെയ്യും. കർത്താവിനോട് എന്താ സംസാരിക്കുന്നു? ബലം ഞാൻ പ്രാപിക്കും. ഈ ബലമല്ല, ഇതിലും അമിതമല്ല. എന്തിന്റെ ബലം? കർത്താവിന്റെ വചനമാണ്. ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. ദൈവം ഉയർപ്പിച്ചിരിക്കും. ദൈവം തൊട്ട് മരിച്ചവരെ തൊട്ട് ഉയർപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം വ്യക്തമായും വിളിച്ചു പറയുന്നു. ലോകത്തിന്റെ കോണുകളിൽ 2022 ചില വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ അഭിഷക്തന്മാർ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അമിതമല്ല, അതിൽ സത്യപ്പെടാൻ ദൈവം അരുളി ചെയ്യുന്നത്. ഒരു വാക്യം എടുത്തിട്ട് ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം യോഹന്നാനെ പത്രോസിൽ വെച്ച് ക്ഷയിച്ചു, തളർന്നു, ബലം ക്ഷയിച്ചു. ഭരണഘട്ടത്തിൽ ആത്മവിവശനായി ദൈവശബ്ദം കേട്ടവൻ ബലപ്പെട്ടു. അതാണ് അമിതബലം. ആ അമിതബലം അവിടെ ചിന്തിച്ചു നോക്കിക്കേ. ഈ ലോക ജനതയ്ക്കുള്ള ബലമല്ല, ഈ ലോക ഗവൺമെന്റിന്റെ ബലമല്ല. ഗവൺമെന്റിനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന സർവശക്തമായ ദൈവത്തിന്റെ ബലം. ഒരു രാജ്യത്തിന്റെ ശബ്ദമല്ല, ഒരു രാജ്യം ഭരിക്കുന്ന ഗവർണറുടെ ശബ്ദമല്ല. പ്രപഞ്ചത്തെ മുഴുവനും ചമച്ചൊരുക്കിയ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ സ്വർഗസിംഹാസനത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവന്റെ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ യോഹന്നാൻ ഒന്ന് എഴുന്നേറ്റവൻ, ശക്തിപ്പെട്ടു തിരിഞ്ഞു നോക്കി. അപ്പോൾ നിന്ന് ചിന്തിക്കേണ്ട വിഷയം. യോഹന്നാൻ തിരിഞ്ഞു നോക്കി. എവിടെയോ ശബ്ദം എന്തെന്ന് കാണാൻ അവൻ പറയുന്നത് ഞാൻ ആത്മവിവശനായി, ഞാൻ ആത്മാവിൽ വിവശനായി. കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. മകൾക്കാലം കർത്താവിന്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം. പ്രാർത്ഥനയെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ചെല്ലാം. ഒരപേക്ഷയായി ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരപേക്ഷ, ഒരു യാചനയാണ്. ഒരു യാചകനെ പോലെ ഒന്നുമല്ല, ഞാനൊന്നുമില്ലേ. പൗലോസ് പറയുകയാണ്, ഞാനൊന്നുമല്ലേ, എന്നിലൊന്നുമില്ലേ, സർവ്വവും സകലതും
നീയല്ലോ ദൈവമേ സമർപ്പിച്ചു കൊടുക്കാം. നമ്മെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. സകലം സമർപ്പിച്ച് പറയാം. ഒരു അപേക്ഷകനെ പോലെ, ഒരു യാചകനെ പോലെ യാചിക്കുന്നു. ദൈവത്തെ അപേക്ഷിക്കും. ഒന്നുമല്ല, ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ, എന്റെ ശബ്ദം ഇന്നെനിക്ക് കേൾപ്പിച്ചതില്ല നന്ദി. ഇതിന്റെ പുറകിൽ ഇതിലും ശക്തിയോടെ കൂടെ ബലം എന്നെ കേൾപ്പിക്കണമേ. ഇതിലും അമിതബലത്തിലുള്ള ശബ്ദം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, ഇതാ അബ്രഹാം പറഞ്ഞതുപോലെ അടിയനിതാ എന്നെ ഏൽപ്പിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ എന്ന് പറയാമോ പ്രിയവൈദ്യരെ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇപ്പോ അബ്രഹാം പറഞ്ഞതുപോലെ ദൈവത്തോടൊന്ന് പറഞ്ഞേ, അടിയനിതാ എന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ. ആമേൻ. അവിടുന്ന് അരുളി ചെയ്യണമേ, അവിടുത്തെ ശബ്ദം കേൾക്കട്ടെ. താഴ്മ എന്ന കൃപ എന്നിൽ, ആമേൻ, താഴ്മ എന്ന കൃപ, അതേ ആ വിഷയം എന്നെ കേൾക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. പാപം കേൾക്കാൻ അവിടുത്തെ പാപം കേൾക്കാൻ ചേറ്റിലല്ലോ ഞാൻ കിടന്നത്, കുഴഞ്ഞ ചേറ്റിലല്ലോ, ആർക്കും വേണ്ടല്ലാത്ത രീതിയിൽ നാറ്റത്തിന്റെ അവസ്ഥയിലായിരുന്നല്ലോ കർത്താവേ. ആ മരണത്തിന്റെ താഴ്വരയിലായിരുന്നല്ലോ ഞാൻ, ആ മരണ നിഴലിൽ താഴ്വരയിലായിരുന്നല്ലോ ഞാൻ, അതെ മരിച്ചു പോകുന്ന സാഹചര്യത്തിലായിരുന്നല്ലോ ഞാൻ. ആ മരണനിഴലിൽ താഴ്വരയിൽ നിന്നാണ് അവിടുന്ന് എന്റെ കരങ്ങൾ കൊണ്ട് വലിച്ചെടുത്ത് അവയെ ശക്തിയുടെ അഭിഷേകത്തിന്റെ താഴ്വരയിൽ എന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് അഭിഷേകത്തിന്റെ താഴ്വരയിലേക്ക് എന്നെ കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. മരണനിഴലിൻ താഴ്വരയിൽ നിന്ന് എന്നെ കൊണ്ടുപോയി. അഭിഷേകത്തിന്റെ താഴ്വരയിൽ എന്നെ നിർത്തി. പറഞ്ഞാട്ടെ ദൈവത്തെ സ്തോത്രം പറയുന്നേ. ദൈവത്തിന്റെ സ്തോത്രം. എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? അഭിഷേകത്തിന്റെ താഴ്വരയിൽ, അഭിഷേകത്തിന്റെ താഴ്വരയിൽ. ഹല്ലേലൂയ. എത്ര ശക്തിയോടെ എന്തെല്ലാം അഭിഷേകം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ ദൈവത്തിന്റെ മുമ്പിൽ നാം ഒരു അപേക്ഷകൻ, ഒരു യാചകനാണ് കടന്നു. ഒന്നുമല്ല, താഴ്മയുടെ കൃപ. അതെ, താഴ്മയുടെ കൃപ. ആ അഭിഷേകം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകൾ വയ്ക്കാം. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കും സ്വർഗ്ഗസ്ഥനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച പ്രഭാതത്തിൽ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ അല്പസമയം കർത്താവിന്റെ തിരുസന്നിധിയിൽ നല്ല വചനങ്ങൾ ശ്രമിക്കുവാൻ, നല്ല ദൂതുകൾ കേൾക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചത് നന്ദി. അമ്മ കർത്താവിനെയും അടിയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ ശ്രമിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എല്ലാവരെയും വ്യക്തികളായി, ജീവിതങ്ങളായി, കുടുംബങ്ങളായി ഏൽപ്പിക്കട്ടെ. അവരെ ആവശ്യങ്ങളും തന്ന് അടിയങ്ങൾ അറിയുന്നതിന് മുമ്പ് എന്റെ തീരുമാനങ്ങൾ എന്റെ ദൈവം ചെയ്തു കൊടുക്കുന്നത് ബലപ്പെടുത്തണമേ. നിന്റെ അമിതബലം കർത്താവേ, അവരെ നീ ബലപ്പെടുത്തണമേ. അമേ കർത്താവേ. ഹല്ലേലൂയ. സഭാവിശ്വാസികളെല്ലാവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വരാനുള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അവൻ വാഹനങ്ങളെ കിട്ടാതെ ഇന്ന് വരാൻ കഴിയാത്തവരൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അമേ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണം. അടിയനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ബലപ്പെടുത്തും. വിശേഷിക്കുന്ന സകല സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മാനവും പുകഴ്ചയെടുക്കും. ആമേൻ. ആശീർവാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കാവലും സംസർഗവും സഭയിലെ ശുശ്രൂഷയുടെ മേലും അവശേഷിക്കുന്ന ശുശ്രൂഷയുടെ മേലും
സകല വിഷയത്തിന്മേലും അടിമനാഥനായ കർത്താവിന്റെ രണ്ടാം വരവിൽ